നമ്മളിപ്പോൾ വന്നേക്കുന്നത് യു കെയിലുള്ള ഒരു മറ്റേ ഫ്രാൻസുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടിപൊളി ഒരു ബീച്ചാണ്. ബീച്ചിൻ്റെ മറ്റേ ഇങ്ങനെ ചെത്തി വെച്ച പോലുള്ള ഈ സ്റ്റോൺസ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു പൗരാണികമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഫാം ലാൻഡുകളാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രി സൈഡാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഭംഗി ഈ സ്ഥലത്തിന് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ വന്നേക്കുന്ന ഒരു സാറ്റർഡേ ആണ്. അപ്പം സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവധിയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കിടപ്പുണ്ട്. അപ്പം ഇവിടെ വരുന്നവർ ഈ സാറ്റർഡേ സൺഡേ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് ഒക്കെ പെട്ടെന്ന് കിട്ടും. പിന്നെ ഇവിടെ പാർക്കിംഗ് ലോട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം ചില്ലറ പൈസയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. ഇവിടെ നമുക്ക് പെട്ടെന്ന് പാർക്കിംഗ് ഒക്കെ എടുക്കാൻ പറ്റും. ഞങ്ങളുടെ ചില്ലറ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്ത് പുറത്തിട്ടേക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ വിഷ്വൽ ബ്യൂട്ടിയിലേക്ക് നമുക്ക് പോവാം. ഞാൻ പറഞ്ഞല്ലോ ഇത് യു കെയുടെ ഒരു കൺട്രി സൈഡാണെന്ന്. അപ്പോൾ ഈ കൺട്രി സൈഡ് എന്ന് പറയുന്നത് യു കെയിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഇവിടുത്തെ കർഷകരായിട്ടുള്ള ആളുകൾ, അവരുടെ പ്രൊഡക്ട്സ്, അങ്ങനെ അവരുടെ ഫാം ലാൻഡുകൾ, പിന്നെ അവരുടെ ഒരു ജീവിത സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ കൺട്രി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കർഷകരായിട്ടുള്ള ആളുകൾ കുറച്ച് പൈസ കുറവുള്ളവരായിട്ടൊക്കെ കാണാറുണ്ട്. എന്നാൽ പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പണക്കാർ എന്ന് പറയുന്നത് ഫാം ലാൻഡിൻ്റെ ഉടമകളൊക്കെയാണ്, ഫാമേഴ്സാണ്. അപ്പം അവരുടെ ഒരു ഏരിയ പക്ക ഒരു ഇംഗ്ലീഷ് വില്ലേജ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. യു കെയിലുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും അവർ കാണേണ്ട ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിവിടെ സെവൻ സിസ്റ്റേഴ്സ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതുപോലെ തന്നെ ക്ലിഫുകളാണ്. ഈ ക്ലിഫിൻ്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ കിട്ടും. ഈ ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇങ്ങോട്ട് ഞങ്ങൾ അവിടെ വരെ വന്നു. അപ്പോഴത്തേന് ഞങ്ങളോട് പറഞ്ഞു പ്രസീദ് ദ റൂട്ട് എന്ന് പറഞ്ഞു. അച്ചാച്ച തിരിച്ചെടുത്തോണ്ട് അവിടെ ഇത് ലേക്ക്, പിന്നെ ഓപ്പൺ ബോട്ടിങ് അങ്ങോട്ട് പോകണം. ഇവിടെ കഴിഞ്ഞിട്ട് ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തുവാ? നീ അല്ല ഞങ്ങൾക്ക് ഈ സ്ഥലം നമുക്ക് പ്രിഫർ ചെയ്തത്. എന്താണ് നിനക്ക് പറയാനുള്ളത്? ഞാൻ പ്രിഫർ ചെയ്തൊന്നുമല്ല. പിന്നെ എല്ലാരും അവന്റെ സമയം കണ്ടുപിടിക്കുന്നത്. ജോനും ഇല്ലേ? ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് അതിന്റെ പുറകെ കൊണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ പുറകെ കൊണ്ടിടും. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ വ്യൂ പോയിന്റിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് ഈ തിരമാലകൾ ഇങ്ങനെ അടിച്ച് തീരത്തേക്ക് കയറുന്ന കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഹൈറ്റ് സൈഡും ലോ സൈഡും എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ. ഇപ്പം എനിക്കൊന്ന് വേലിയേറ്റ സമയത്ത് ഇത് ഒത്തിരി കയറി കിടക്കുമെന്നൊക്കെ തോന്നുന്നു. അപ്പം അങ്ങനെ ഇപ്പം ആ നോക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇച്ചിരി സേഫ്റ്റിയൊക്കെ നമ്മൾ മുൻകരുതലായിട്ട് എടുക്കാം. കാര്യം എന്ന് വെച്ചാൽ ഈ ക്ലിഫിൻ്റെ ഈ അഗ്രഭാഗത്ത് നിന്ന് നിൽക്കുന്നുണ്ടെ നമ്മൾ വഴുതി താഴെ വീണ് കഴിഞ്ഞാൽ താഴെ മൊത്തം കല്ലൊക്കെയാണ്. നമ്മൾ മരിച്ചു പോകാൻ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. സൂക്ഷിച്ചൊക്കെ പോകണം. പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് അടിച്ചു പൊളിയായി പോകുന്നത് നല്ലതായിരിക്കും. മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നിനക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും വേദനയോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ലല്ലേ? സന്തോഷം. ശരി. ഈ സ്ഥലത്ത് എത്തുന്നവരൊക്കെ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടിട്ട് എന്തോ തോന്നുന്നു? അടിപൊളിയാണോ? ഇതാണ് ക്ലിഫിന്റെ എഡ്ജ് എന്ന് പറയുന്നത്. നമ്മൾ ക്ലിഫിന്റെ എഡ്ജിൽ നിന്നാണ് ഈ സെവൻ സിസ്റ്റേഴ്സിന്റെ ഈ വീഡിയോ എടുക്കുന്നത്. ഭയങ്കര രസമാണ്. ഇവിടെ വന്ന് നമ്മൾ കറക്റ്റ് ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭംഗികളുണ്ട്. ഞാൻ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എത്രമാത്രം ശരിയാവുമെന്ന് അറിയത്തില്ല. ഇത് കണ്ടിട്ട് അടിപൊളിയാണ്. ഇനി എന്തോ പരിപാടി? തോട്ടത്തിൽ നടക്കുന്നതിൻ്റെ വീട്ട്. തണുപ്പത്ത് ഈ തണുപ്പും പിടിച്ച് അതിലെ കൂടെ നടക്കാൻ ഭ്രാന്തുണ്ടോ? ഇങ്ങനൊരു സംഭവമുണ്ട്.
ഇതെങ്ങനെ തുറക്കുന്നത്? ഈ ലിവർ ഇങ്ങോട്ട് കുറിച്ച് വലിച്ചാൽ മതി. കണ്ടോ, അത് ലോക്കായി. പണ്ടത്തെ സെറ്റപ്പാന്ന് തോന്നുന്നു. ഇത് പട്ടിയെ കൊണ്ട് നടക്കുന്ന അമ്മ എന്ത് വിചാരിച്ചേ? സൈക്ലിംഗ് അങ്ങോട്ട്, ബീച്ച് ഇങ്ങോട്ട്, ഇതെല്ലാം ഇങ്ങോട്ട്. ഫോക്സ് ഹോൾ ക്യാമ്പ് സൈറ്റ് ഇങ്ങോട്ട്, സൈക്ലിംഗ് ഇങ്ങോട്ട്, പാർക്ക് ഡ്രൈവ് അങ്ങോട്ട്. ഇതിനൊക്കെ നടക്കാൻ പോണോ? അല്ല, ഞാൻ നോക്കിയത് ഇവിടെ ഇത്ര ഉള്ളോ? ഇത്രേ ഉള്ളൂ. ഇത് കൂടുതൽ എന്തെങ്കിലും വേണോ? പിന്നെ പാർക്കിന് ഒരു വണ്ടി ഇട്ടേക്കുന്നത് കണ്ടോ? കണ്ടോ, വണ്ടി വരുന്നു. എന്താ പറ്റി? 2.5 പൗണ്ട് കൊടുത്ത് 3.5 പൗണ്ട് കൊടുത്ത് ദൈവമേ, 3.5 പൗണ്ട് കൊടുത്ത് ഇങ്ങനെ നടക്കാനായിരുന്നു. എടി, നീ അങ്ങോട്ടെന്ന് പറയുന്നത് അതിന്റെ മലയുടെ മണ്ടക്കോട്ട് കയറി പോകുന്ന സ്ഥലമാണ്. എടി, കഷ്ടമുണ്ടടി, തണുപ്പും പിടിച്ച് ഈ പിഞ്ചു കുഞ്ഞിനെ നീ കാണിക്കുന്ന വേല. ചെറുക്കൻ പ്രാഗിയാലുണ്ടല്ലോ, നിനക്ക് പലിക്കും. പിന്നെ തണുപ്പിക്കാൻ ഇറക്കിയതാ തൊടി.